ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കൊള്ളാല അമ്മൂമ്മക്കാപ്പി. നമസ്കാരം എല്ലാവർക്കും, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ മുള്ളരിങ്ങാടിലേക്കുള്ള യാത്രയിലായിരുന്നു. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ആനേനെയൊക്കെ കണ്ടു. അങ്ങനെ രാത്രിയായി ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു, നല്ല കോടയുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നല്ല രാത്രിയിലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ കാലത്ത് ഇറങ്ങിയിട്ട് ചുമ്മാ അങ്ങനെ നടക്കാനിറങ്ങിയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ കുറച്ച് നേരത്തെ നീറ്റാണ്, പക്ഷെ മഴ ഉള്ളതുകൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല. ഇത് കണ്ട ഒരാൾ വരുന്നു, അഴിച്ചു വിട്ടു. മഴ കാരണം നടക്കാൻ വഴുകിപ്പോയി. അപ്പോൾ നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം, പ്രഭാത സവാരിയിൽ കാഴ്ചകൾ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വഴിയാണത്. വീട്ടിൽ നിന്ന് ഇറങ്ങി വീട് നമ്മൾ തിരിച്ചു വരുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് റോഡ്. ഇതിൻ്റെ മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു പാറയുണ്ട് അവിടെ. അത്യാവശ്യം വെള്ളം ഒഴുകുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം കാണാം. മഴ ചെയ്ത് കാരണം കോടയൊക്കെ അതാ വീണ്ടും കയറി വരുന്നുണ്ട്. ഒരു വണ്ടി വരുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ അയ്യപ്പൻ പാറ. നല്ല കയറ്റാണ്. അവിടെ നിന്ന് കയറി വരുമ്പോ തന്നെ ആളൊരു വഴിയാവും. കാരണം കുറെ കാലമായില്ലേ നടന്നിട്ട്. നല്ല രസമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. ഇതിന് ബാക്കിൽ കാണാം ഇങ്ങനെ വെള്ളം പോകുന്ന കാണാം. അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങിയിട്ട് വന്നിട്ട് ഇങ്ങനെ സൈഡ് കൂടെ ഇങ്ങനെ താഴത്തേക്ക് പോകണം. നല്ല രസമാണ്. വഴുക്കലുണ്ടാവും, അല്ലെങ്കിൽ താഴത്തേക്ക് പോവായിരുന്നു. പക്ഷെ അതിനവിടെ കുറെ ഒരു എന്താ പറയാ, മുളയുടെ മരത്തിൽ ചെറിയൊരു കാടുണ്ട്. ചെറിയ നല്ല രസം. അപ്പം അതിൻ്റെ ഉള്ളിൽ പോയേക്കാം. അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ വെള്ളം പോകുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതിലങ്ങോട്ട് പോയേക്കാം. അപ്പം നമുക്ക് അതിങ്ങനെ ആ സൈഡിലൂടെ വെള്ളം വരുന്നുണ്ട്. ഇങ്ങനെ താഴത്തേക്ക് അങ്ങനെ പോവുക ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് വെള്ളം പോവുക. നമുക്ക് ഇവിടേക്ക് ഒന്ന് കയറി നോക്കാം. ഉയ്യപ്പ, ഇങ്ങനെ വെള്ളം വന്നു. ഒടുക്കത്തെ തണുപ്പോട്ട വെള്ളത്തിന്. അങ്ങനെ വീണ്ടും ശക്തമായ മഴ കാരണം പണി കിട്ടിയിരിക്കുന്നു. ഇവിടെ ഒരു ഭാഗത്തിനൊരു വെയിറ്റിംഗ് ഒരു ഷെഡുണ്ട്. ബൈക്കൊക്കെ വയ്ക്കും. ഇവിടെ പണിക്കാരെ ബൈക്ക് വയ്ക്കുന്നതുണ്ട്. അതുകൊണ്ട് തൽക്കാലം മഴ വെള്ളമുണ്ട് അതിൻ്റെ അടിയിൽ കൂടെ. അപ്പോൾ മഴ മാറാണ്ട് പോകാനും പറ്റൂല. കോടമഞ്ഞിൻ ഹോയ് മറ്റേ സ്റ്റാറ്റസ് വീഡിയോ ഉണ്ടാക്കാൻ പറ്റിയ കാലാവസ്ഥയാണ്. അങ്ങോട്ട് പോകലേ. ആ പുള്ളീനൊന്നും കാണാൻ തന്നെ ഇല്ല. ആ കാണാണ്ട്. ആ മഴ പെയ്തേലേ സംഭവം കോടണ്ട് കേറി. എന്താ നമ്മളെ വന്ന റോഡൊന്നും കാണാനേ ഇല്ല. സംഭവം പൊളി കാലാവസ്ഥയല്ലേ. ഈ വെള്ളമാണല്ലോ അങ്ങോട്ട് വരുന്നത്.
ഈ വെള്ളമാണ് ഇവിടുന്ന് ഇങ്ങനെ വരുന്ന വെള്ളമാണ് അതുകൊണ്ട് ഇങ്ങനെ പോകുന്നത്. ഇവിടെ നല്ല വരിവരിയായിട്ട് നല്ല ഭംഗിയിൽ കാണാം. കോട എപ്പോഴും നല്ല രീതിയിലുണ്ട്. അവിടെ ഒരു വീടൊക്കെ കാണാൻ കണ്ടോ, അതുകൊണ്ടൊരു വീടൊക്കെ. ശരിക്കും നമ്മള് മറ്റേ എന്താ പറയാ, വണ്ണപ്പുറത്തുനിന്ന് വെൺമണി കട്ടപ്പന പോണ റൂട്ടാണ് ഈ കാണുന്ന മല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ രാത്രി ഇന്നലെ വന്നത്. നമുക്ക് കോട്ടപ്പാറ വഴി ഇങ്ങോട്ട് വരാം. കോട്ടപ്പാറ വ്യൂ പോയിന്റ് ഒക്കെ ഈ സമയത്ത് നല്ല മഞ്ഞ്, കോട ഏറ്റവും കൂടുതൽ കാണാൻ ആളുകൾ വരുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ ഈ കൊറോണ ഒക്കെ കാരണം ക്ലോസ്ഡ് ആണത്. അപ്പോൾ ആ വഴി നമുക്ക് ഇങ്ങോട്ട് വരാം. നമ്മൾ വന്നത് ഈ കാണുന്ന വഴി കൂടെയാണ്. അപ്പോൾ രാത്രിയാണെങ്കിൽ ശരിക്കും അതിലൂടെ വണ്ടിയുടെ വെളിച്ചം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ രസമായിട്ട് കാണാം. ഇപ്പോൾ നല്ല രീതിയിലുള്ള കോട ഉണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 8:15, 8:30 ആയി. പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ പോവാം. അവിടെ നിന്ന് തിരിച്ച് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ തൊടുപുഴയ്ക്ക് തിരിച്ചു പോകും. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ തീരെ ഉണ്ടായിരുന്നില്ല അല്ലേ? ഇപ്പോൾ വന്നപ്പോൾ അത്യാവശ്യം ആയി. അപ്പോൾ നമ്മൾ നടന്ന് കഴിഞ്ഞു. ഇതോ നേരെ തിരിച്ചതാ നമ്മളിതാ വീടെത്തി. ഈ പിന്നിൽ കാണുന്നതാണ് വീട്. ഇവിടെ ആരുമില്ല. ഇവിടെ അമ്മൂൻ്റെ ചെറിയച്ഛൻ മാത്രമേ ഉള്ളൂ. പിന്നെ കൂട്ടിന് 2 നായ്ക്കളും 2 പൂച്ചകളും 2 കോഴി ഉണ്ടായിരുന്നു. ഒരു കോഴിനെ എന്തോ കുറുക്കാൻ കൊണ്ടുപോയി. അപ്പോൾ അവരൊക്കെ നമുക്ക് കാണാം. തട്ടായിട്ട് അടിച്ചിരിക്കണം. നല്ല രസമുണ്ട് കാണാം. അതുകൊണ്ട് നമ്മൾ വീട് കുറോ ഇതാണ് ഇവിടുത്തെ പ്രധാനമായ 2 കാവൽക്കാർ. അങ്ങനെ വളരെ ചെറിയ കുഞ്ഞായിരിക്കും ചെരുപ്പ് കടിച്ചു മുറിച്ച മുതലാത്. അവനോലെ ഇയാളുടെ ഭയങ്കര സൈലന്റാ. നടക്കാൻ പോകുമ്പോ കൊണ്ടാവാത്തതിന്റെ വിഷമത്തിന് വലിയുന്നുണ്ട്. ഇവിടെ കുറെ ഐറ്റം വന്നിട്ടുണ്ട്. ചക്ക ഉണ്ട്, മാങ്ങ ഉണ്ട്, കുരുമുളക് കണ്ടോ, മൊത്തം കുരുമുളകാ. പിന്നെ പൂക്കളായിട്ട് ഇങ്ങനെ ഇവിടെ വേറൊരു ഐറ്റം കാണിച്ചു തരാം. ഇവിടുത്തെ പൂച്ചന്തേ ഇത് കോഴിക്കോട്. ഇവിടെ വേറെ സാധനം. ഈ കണ്ട മരം കണ്ടോ, ഇതോ ഈ കാണുന്ന മരം. ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാന വരുമാനം മാർഗം എന്ന് പറയാൻ പറ്റുന്ന സാധനം. ഇതുകൊണ്ട് ഇത് ഈ സാധനം കൊക്കോ. ഇത് കൊക്കോയുടെ മരമാണ്. ഇപ്പോൾ ഇതുകൊണ്ട് അതിൻ്റെ മുകളിൽ കാണാം നമുക്ക് ഒരു കായുണ്ട്. ഈ കൊക്കോ പൗഡറിന് മറ്റേതിനൊക്കെ ഉപയോഗിക്കുന്ന കൊക്കോ. ഇതാണ് ഇവിടുത്തെ ഈ ആളുകളുടെ പ്രധാന ഒരു വരുമാനം എന്ന് പറഞ്ഞത്. ഇവിടെ ഉണ്ടായിരുന്നു പഴുത്തത്. ഇവിടെ കുറേ പൊട്ടിച്ച് കിടക്കുന്നുണ്ട്. എടാ അപ്പോൾ ഇതിന് കൊക്കോ എടുത്തിരുന്നു. പൊളിച്ചുണ്ടോ ഉള്ളില്? പഴുത്തുണ്ടോ? നടത്തിടുക. ഇത് ഇവിടുത്തെ മറ്റൊരു സാധനമാണ് അമ്മൂമ്മ കാപ്പി അല്ലേ? ഇതിന്റെ പ്രത്യേകത എന്താ പറഞ്ഞേ? പ്രത്യേക കാപ്പി ഇടിക്ക് ഭയങ്കര മറ്റേ അവിടെയൊക്കെ നിങ്ങളുടെയൊക്കെ അവിടെ മറ്റേ വയനാട്ടിലേക്ക് മറ്റേ പൊങ്ങിപ്പോന്ന് ഭയങ്കര ഹൈറ്റ് വെക്കില്ല അല്ലേ? ഇല്ല ഹൈറ്റ് വെക്കില്ല. ഇത് ഉള്ളി വിടണം. ഓക്കെ ഓക്കെ. പഴുത്ത കായ കുറെ നാണ്ടല്ലേ? കൂടെ എടുക്കാം. കൊള്ളാലോ അമ്മൂമ്മ കാപ്പി. ഇത് ഇവിടെ ഈ ഏരിയയിൽ മാത്രം ഉണ്ടാവണം. സംഭാവന. ആ പുള്ളി ഇവിടെ വന്നെങ്കിൽ പറഞ്ഞു നല്ല നന്നായിട്ട് വന്നു. എന്താ കുഴി എന്തത്? അത് മറ്റേ എലി മാന്തിയിട്ട് കുഴിയായി ഭയങ്കരമായിട്ട് താന്നു പോകും. ഞാൻ അപ്പുറത്തേക്ക് ഇതിട്ടുണ്ടോ എലി?
സംഭവം കൊള്ളാലോ അമ്മൂമ്മ കാപ്പി. എൻ്റെ അച്ചാറ് പരിപ്പുണ്ട് ചുമ്മാ നല്ല ഇതാണ് മുറ്റത്താണേലും പൊക്കം ആ അധികം അയറ്റ് വെക്കാണ്ടല്ലേ. ഉണ്ടോ നീ കഴിച്ചു നോക്കിയതാണോ? എടാ അപ്പൊ ഇത് മെയിനായിട്ട് എന്താടാ ഉപയോഗിക്കുന്നത്? ആ ചോക്ലേറ്റിന് വേറെ ഇതുണ്ടോ? ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഇതാണ് സംഭവം. പഴുത്ത ഇപ്പൊ മഴ കാരണം അങ്ങനെ ഇല്ല സംഭവം. ബിസ്ക്കറ്റ് കാലിത്തീറ്റ അല്ലേ? ആണ് കൊക്കോ ഇടുക്കിക്കാരുടെ പ്രധാന ഐറ്റം. കാഡ്ബറീസാ? ആ ഇവിടെ ഒട്ടുമിക്ക വീടുകളിലും നമ്മളെ ഇതിനെ മേപ്പട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 5-6 ഏക്കർ സ്ഥലമുണ്ട് ഈ വീട്ടിൽ തന്നെ. അങ്ങനെ മണ്ടയ്ക്ക് കാരണം അതിൻ്റെ മുകളിൽ ഇതേപോലെ കൊക്കോ ഉണ്ട്, റബ്ബറുണ്ട്, പിന്നെ മാവ്, പറങ്കിമാവ്, കശുമാവ്, പിന്നെ ഒരു കൊടംപുളിയുടെ മരം, ചക്ക, മാങ്ങ, തേങ്ങ, കുറേ സാധനങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ അമ്മൂമ്മ കാപ്പിയുടെ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണെന്ന് പറഞ്ഞു ഈ സാധനത്തിന്. ഇവിടെ തന്നെ കിണറില്ല, ഇവിടെ വെള്ളം വരുന്നത് കണ്ടോ, ഇങ്ങനെ ഓസിട്ടിക്കുകയാണ് മുകളിൽ നിന്ന്. നല്ല തെളിനീര്, നല്ല അടിപൊളി വെള്ളം. ഇതിവിടെ മുകളിൽ ടാങ്ക് ഉണ്ട്, അതിൻ്റെ മണ്ടയിലാണ് ടാങ്ക് ഉള്ളത്. ആ ടാങ്കിലേക്ക് ആണ് വെള്ളം പിടിക്കുക. ആ വെള്ളമാണ് നേരെ ഇങ്ങോട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഏത് കാലത്തും ഇവിടെ വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവാറില്ല. അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. 1 കിലോന് 40 രൂപ അല്ലേ? അത് ഇതിന്റെ പരിപ്പിന്. ആ ഓക്കെ ഓക്കെ. ഇത് വില ഇപ്പൊ കുറവാണോ കൂടുതലാണോ? കുറവായത്. മാക്സിമം എത്ര വരെ പോവും? 70 രൂപ വരെ കിട്ടൂലേ? ഓക്കെ. അപ്പൊ ഇത് കൊടുക്കാനുള്ളതാണ് ഈ കാണുന്നൊക്കെ. ഇത് ഇവിടെ മുള്ളരിങ്ങാട് ഉണ്ടോ അതോ ഇവിടെ ഒന്ന് കളക്ട് ചെയ്യൂ അല്ലേ? ആ പുറത്തുനിന്ന് അവര് ഇവിടെ തന്നെ തൂക്കിയെടുത്ത് കൊണ്ടുപോകല്ലേ? ഇത് ഇവിടുത്തെ പറമ്പിലെ ഇത് ഇവിടെ മുകളത്തെ പറമ്പില്. ഇതിപ്പോ 1 കിലോ മീൻ മേടിച്ചിട്ടില്ല, ഇത് 1 ചോള അങ്ങോട്ട് ഇടുക, ഒന്ന് മുറിച്ചിട്ട് ഇല്ല 2 ചോള ഇട്ട് കഴിഞ്ഞിട്ടല്ലോ. ഒന്ന് തിളച്ച് കഴിയുമ്പോഴേ ഈ സാധനം ആയി കഴിഞ്ഞിട്ട് ഈ പുളി എടുത്തിട്ട് മാറ്റി വെക്കുക. കഴുകിയിട്ട് ചുമ്മാ ആ അടുപ്പും ഭാഗത്തെ വെച്ച് കഴിഞ്ഞു. ഇത് കൊടുക്കാനുള്ളത് ഇച്ചിരി അവിടുന്ന് എടുത്തോണ്ട് വെക്കും. ഇവര് ഇതുണ്ടല്ലോ. അല്ല നമ്മളവിടെ ഈ സാധനം അങ്ങനെ ഉപയോഗിക്കൂല കുടംപുളി. ഇതിവിടെ പറമ്പ് മുകളിൽ നിന്ന് പൊട്ടിച്ചതല്ലേ? ഭയങ്കര പണിയാ സാധനല്ലേ? പണിന്ന് പറഞ്ഞ പണിയാ. ഇതെന്ത് വില ഉണ്ട് ഈ സാധനം? ഈ സാധനം ഇവിടെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 രൂപ കിലോ. 180 രൂപ അത്ര ഉണ്ടല്ലേ? അത്ര ഉണ്ടെന്ന് പറഞ്ഞ 1 കിലോ ആണെങ്കിൽ 10 കിലോ അച്ചാണോ? പുളിയുടെ വീട്ടിൽ പോയ ഒരെണ്ണൊക്കെ പച്ചതാണ്, ഇച്ചിരി കയറിപ്പോയ തോട്ടപ്പുളിന്റെ ആവശ്യം. അയ്യോ അന്ന് ഞാൻ കേറിയിട്ട് അട്ട ഇപ്പോഴും കയ്യുമ്പോ അട്ട കടിച്ചിരുന്നത്. എവിടുന്ന് കിട്ടിയെന്നൊരു പിടുത്തില്ല. കാരണം അവിടെ നിന്ന് വരുന്ന വഴിക്കൊന്നും കണ്ടില്ല. നമ്മള് നേരത്തെ പറഞ്ഞ 2 ആളും കൂടി ഉണ്ട് പറഞ്ഞാല്. ആ 2 പേര് മറ്റാള് 2ഉം കൂടി ഭയങ്കര തണുപ്പത്തേ. അപ്പൊ കണ്ടല്ലോ, ഇതൊക്കെയാണ് നമ്മുടെ ഇടുക്കിയിലെ നമ്മുടെ ഈ കൊച്ചു വീട്ടിലെ വിശേഷങ്ങളും ഈ ചുറ്റുമുള്ള കാഴ്ചകൾ. ഇവിടെ പിന്നെയും കുറെ സ്ഥലങ്ങളൊക്കെ. മീനുളിയമ്പാറ എന്നുണ്ട്, ഇവിടുന്ന് കുറച്ച് പോയൊരു സ്ഥലമുണ്ട് വെൺമണിക്കടുത്ത്. പക്ഷെ മഴ കാരണം നല്ല തെന്നി കിടക്കാവും, വഴിക്ക് വീണ് കഴിഞ്ഞാൽ നല്ല സുഖമാവും. അപ്പം അങ്ങനെ വേറെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ താഴത്ത് ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ ഒരിക്കലും നമുക്ക് വേറെ ദിവസം വരാം. അപ്പോൾ ഡിസംബർ ആവുമ്പോഴേക്കും വീണ്ടും ഇടയ്ക്ക് തൊടുപുഴ വന്ന ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്നതാണ്. കാരണം ഇവിടെ നല്ല ക്ലൈമറ്റ്, അത് നല്ല സുഖം. പിന്നെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇവിടെ തങ്ങാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് തൊടുപുഴയ്ക്ക് പോവാണ്. അപ്പോൾ വീണ്ടും നമ്മൾ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ബൈ.